മറ്റൊരു വാർത്ത, ടി.വി.കെ അധ്യക്ഷനും നടനുമായ വിജയ് ഇന്ന് ഈ റോഡിലെ പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കും. കരൂർ ദുരന്തത്തിന് ശേഷം ഓഡിറ്റോറിയത്തിന് പുറത്തു നടക്കുന്ന ആദ്യ പൊതുസമ്മേളനമാണിത്. 84 നിബന്ധനകളോടുകൂടിയാണ് ഈ സമ്മേളനത്തിന് ജില്ലാ ഭരണകൂടം അനുമതി നൽകിയിരിക്കുന്നത്. ഗൗതമാണ് വിവരങ്ങളുമായി ചേരുന്നത്. ഗൗതം, ഈ കരൂർ ദുരന്തത്തിന് ശേഷം ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു പൊതുവേദിയിൽ നടക്കുന്ന സമ്മേളനമാണ്. ഒരുപാട് നിബന്ധനകളുണ്ട്. അപ്പോൾ ഒരുക്കങ്ങളും ക്രമീകരണങ്ങളും ഒക്കെ എങ്ങനെയാണ് വരുന്ന വാർത്തകൾ അനുസരിച്ച്? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ചെയ്തത്. അതായത് ഇത്തവണ നടക്കുന്ന ഈ ചടങ്ങ് അല്ലെങ്കിൽ ഈ പൊതുസമ്മേളനം അത് 81 ദിവസങ്ങൾക്ക് ശേഷം, സെപ്റ്റംബർ 27 ഉണ്ടായ കരൂർ ദുരന്തത്തിന് ശേഷം 81 ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ ഒരു പൊതുസമ്മേളനം നടക്കാൻ പോകുന്നത്. ഇത് ഈറോഡ് ഈ സമ്മേളനം നടക്കുമ്പോൾ തന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ വലിയ സന്നാഹങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. അത് യാതൊരു തരത്തിലുള്ള സുരക്ഷാ വീഴ്ചയും ഉണ്ടാകരുത് എന്ന് കൃത്യമായി ഉറപ്പുവരുത്തിക്കൊണ്ട് ഈ പരിപാടി സംഘടിപ്പിക്കാനാണ് ജില്ലാ ഭരണകൂടവും ടി.വി.കെയും ശ്രമിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് അത്തരത്തിൽ വിപുലമായ ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സ്ത്രീകൾ, കുട്ടികൾ, അതോടൊപ്പം തന്നെ ഗർഭിണികളായ സ്ത്രീകൾ, അവശത അനുഭവിക്കുന്ന, അതായത് ശാരീരികമായി എന്തെങ്കിലും ബുദ്ധിമുട്ട് നേരിടുന്ന സ്ത്രീകൾ ഉൾപ്പെടെയുള്ള അത്തരം വിഭാഗത്തിൽപ്പെട്ട ആളുകളെ എല്ലാം ഈ പരിപാടിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അവരോട് പരിപാടിയിൽ പങ്കെടുക്കരുത് എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കോയമ്പത്തൂരിൽ നിന്നും റോഡ് മാർഗമായിരിക്കും ഈ റോഡിലേക്ക് പോകുന്നത്. കോയമ്പത്തൂരിൽ നിന്നുള്ള റോഡ് മാർഗത്തിൽ വിജയുടെ വാഹനത്തെ ആരും, അതായത് ടി.വി.കെയുടെ അണികളോ അല്ലെങ്കിൽ മറ്റ് ആരാധകരോ ആരും തന്നെ പിന്തുടരരുത്. അത്തരത്തിലൊരു മാർച്ചിൻ്റെ സ്വഭാവത്തിലേക്ക്, ഒരു വലിയ വാഹന ജാഥയുടെ സ്വഭാവത്തിലേക്ക് അത് മാറരുത് എന്നുള്ള കർശനമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ പരിപാടി നടക്കുന്ന സ്ഥലത്ത് 64ഓളം CCTV ക്യാമറകൾ, ആംബുലൻസ് സൗകര്യങ്ങൾ, ടോയ്ലറ്റ് സൗകര്യം, അതോടൊപ്പം തന്നെ പാർക്കിങ്ങിന് വേണ്ടി വ്യത്യസ്തമായ ഗ്രൗണ്ടുകളിൽ പാർക്കിംഗ് അറേഞ്ച്മെൻറ്റുകൾ, ഒപ്പം 1000-ലധികം പോലീസ് ഉദ്യോഗസ്ഥരുടെ സുരക്ഷാ സന്നാഹം തുടങ്ങി വിപുലമായ ക്രമീകരണമാണ് ഈ റോഡിലെ ഈ ടോൾ പ്ലാസയ്ക്ക്, വിജയമംഗലം ടോൾ പ്ലാസയ്ക്ക് സമീപത്തുള്ള ഈ പൊതുസമ്മേളന വേദിയിൽ ഒരുക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നിലവിൽ 35,000 പേർക്ക് മാത്രമേ ഈ പരിപാടിയിലേക്ക് അനുമതി നൽകിയിട്ടുള്ളൂ. അത്ര പേർ മാത്രമേ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ പാടുള്ളൂ. ചെന്നൈയിൽ നിന്നും വിമാനത്തിൽ കോയമ്പത്തൂരിലെത്തും. വിമാനത്തിൽ കോയമ്പത്തൂരിലെത്തുന്ന വിജയ് അവിടെ നിന്നും വാഹനത്തിൽ ഈ റോഡിലേക്ക് എത്തും. അവിടെ നിന്നും തിരിച്ച് മടങ്ങി കോയമ്പത്തൂരിലേക്ക് വാഹനത്തിലെത്തുകയും കോയമ്പത്തൂരിൽ നിന്നും പ്രത്യേക വിമാനത്തിൽ തിരിച്ച് ചെന്നൈയിലേക്ക് പോവുകയും ചെയ്യും. അങ്ങനെ കൃത്യമായ ഒരു പദ്ധതി ഇതിൽ നടപ്പാക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സമീപത്ത് AIADMKയിൽ നിന്നും വിജയുടെ പാർട്ടിയിലേക്ക് ചേക്കേറി ടി.വി.കെയിലേക്ക് ചേക്കേറിയ സെങ്കോട്ടയ്യൻ എന്നീ പരിപാടിയിൽ പങ്കെടുക്കുന്നതാണ് മറ്റൊരു പ്രത്യേകത. ഗൗതമാണ് വിവരങ്ങൾ നൽകിയത് നാഷണൽ ഡെസ്കിൽ നിന്ന്.